ഇവിടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മനുഷ്യനും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കപ്പെട്ടാൽ പോരാ. പാപത്തിന് പരിഹാരമുണ്ടാകണം. മനുഷ്യനും ദൈവവും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം. ആ പരിഹാരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിലല്ലാതെ മറ്റൊരു സ്ഥലത്തും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ല. ആ കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് അടുത്ത് വരുന്ന ഏതൊരു പാപിക്കും ദൈവം പാപമോചനം തൻ്റെ രക്തത്തിൻ്റെ ചെലവിൽ നൽകുകയാണ്. നമ്മുടെ ചെലവിലല്ല, നാം ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, നാം മുടക്കുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആചാര അനുഷ്ഠാനങ്ങളുടെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് യേശുവിൻ്റെ രക്തത്തിൻ്റെ ചെലവിൽ, യേശു ക്രൂശിൽ ചെയ്തതായ ആ വലിയ പ്രവൃത്തിയുടെ ചെലവിൽ ഇന്നും പാപിക്ക് പാപമോചനമുണ്ട്, ശുദ്ധീകരണമുണ്ട്. ആ ശുദ്ധീകരണം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നാം യഥാർത്ഥമായി സമാധാനമുള്ളവരായി തീരുന്നത്. ആ യഥാർത്ഥ സമാധാനം നാം അനുഭവിക്കുമ്പോഴാണ് ബന്ധങ്ങൾ ഊഷ്മളമായി തീരുന്നത്, പ്രത്യാശയുള്ളവരായി നാം തീരുന്നത്, സ്വർഗത്തിൻ്റെ അവകാശികളായി നാം തീരുന്നത്.